മാനസികമായ പിരിമുറുക്കത്തിൽ നിന്ന് താൽക്കാലികമായ രക്ഷപ്പെടലിന് വേണ്ടിയൊക്കെ മദ്യം കഴിച്ചു നോക്കിയ നമ്മൾ വളരെ വാൾട്ടർ ഹാഗനെ പോലെ ആയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ബിൽ സ്റ്റോറിയിൽ പറഞ്ഞ മാതിരി അതിവേഗം തന്നെ ആ ഒന്നാമനാവാനുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹത്തിന്റെ പിറകെ നമ്മൾ ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ തുടക്കം പോലും ശരിക്കും ഫസ്റ്റ് ഡ്രിങ്ക് ഡസ് ദ ഡാമേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിക് അനോണിമസിൽ വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഞാൻ ഒരിക്കലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള സമയത്തോ ആയിരുന്നില്ല എൻ്റെ മദ്യപാനത്തിന്റെ തുടക്കവും എൻ്റെ കൂടുതൽ തീവ്രമായ അവസ്ഥകളും അല്ലെങ്കിൽ ആ മദ്യപാനത്തിന്റെ കാലഘട്ടവും. അപ്പോഴൊക്കെ എനിക്ക് ഈ പറഞ്ഞ മാതിരി എന്തിൻ്റെയൊക്കെയോ പിറകെ ഞാൻ അതിവേഗം ഓടുന്നതിന്റെ തിരക്കിലായിരുന്നു. എവിടെയും ഒരു സംതൃപ്തി എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. അതല്ലെങ്കിൽ എന്തോ ഇനിയും വേണം 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 അല്ലെങ്കിൽ ആരേക്കോ എനിക്ക് മറികടക്കാനുണ്ടായിരുന്നു എന്നുള്ള ഒരു വല്ലാത്തൊരു ആവേശം പലപ്പോഴും അതിനൊരു സഹായിയായിട്ടാണ് മദ്യം എൻ്റെ ജീവിതത്തിൽ നിലനിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തുടക്കത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇതിന്റെ ആവേശം, ആസക്തി തന്നെ തീവ്രമായിട്ട് തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് പലപ്പോഴും ചില അവസ്ഥകളിലൂടെ കടന്നുപോയി അതിന്റെ നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് അത് കടന്നുപോയി. കാരണം ആദ്യമെല്ലാം നമുക്ക് ഈ ഒരു മസ്തിഷ്കം ഈ ആൽക്കഹോൾ ടോളറൻസ് എന്ന് പറയും, ആൽക്കഹോളിക്കിന്റെ ഒരു ടോളറൻസ് ലെവൽ എന്ന് പറയും. ആ ഒരു എന്താ പറയാ, അത് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. ആദ്യമൊക്കെ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല സുഖം അല്ലെങ്കിൽ ഇത് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സമാധാനങ്ങളൊക്കെ തന്നിരുന്നെങ്കിൽ പോലും പിന്നീട് ആ ടോളറൻസ് ലെവല് അതിന്റെ അവസ്ഥയിൽ നിന്ന് മാറുന്നതായിട്ട് നമുക്ക് ഇപ്പൊ മനസ്സിലാവുന്നു, അന്നത് മനസ്സിലായിട്ടുമില്ല. അപ്പൊ മസ്തിഷ്കത്തിലേക്ക് നേരത്തെ പറഞ്ഞ മാതിരി തലച്ചോറിനെ ബാധിച്ച അവസ്ഥയിൽ അതിന്റെ ആ ഒരു പ്രത്യാഘാതങ്ങള് നമുക്ക് കാണാൻ പറ്റും. അത് വേറൊരു പ്രകാരത്തിലായിരിക്കും നമ്മൾ അനുഭവിക്കുക. കാരണം എന്താ വെച്ചാല് ഈ കൂടുതൽ സമയം നമ്മൾ ഈ തലച്ചോറിൽ മദ്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ അത് തടഞ്ഞു നിർത്താൻ ഈ മദ്യത്തിന് അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ കാലം നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കബളിപ്പിക്കലിലേക്കൊക്കെ നമ്മൾ പെട്ടുപോകും. അതായത് എത്ര കഴിച്ചാലും എനിക്ക് ആ ടോളറൻസ് ലെവല് എനിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് പ്രശ്നമല്ല, അല്ലെങ്കിൽ എനിക്കതിന് കഴിയുന്നുണ്ട് എന്നുള്ള ആ ഒരു മിഥ്യാധാരണ പലപ്പോഴും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാല് ഒരു ആൽക്കഹോളിക് ഡിപ്പെൻഡൻസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതൊരു വിധേയത്വമായിട്ട് നമ്മൾ മാറുമ്പം യഥാർത്ഥത്തിൽ മദ്യം ലഭിക്കാതെ ഇതിന്റെയൊക്കെ ഒരു വല്ലാത്ത ഒരു എന്താ പറയാ തീവ്രമായ അവസ്ഥയിലെത്തുമ്പം ശരീരം പലപ്പോഴും മറ്റു പല രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങും. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർ സിൽക്വർത്ത് പറഞ്ഞ പോലെ ഒരു ശാരീരികമായ എലർജിയും ഒരു മാനസികമായ വിധേയത്വത്തിന്റെ മെന്റൽ ഒബ്സഷന്റെ ഭാഗത്തേക്കൊക്കെ അല്ലെങ്കിൽ രീതിയിലേക്കൊക്കെ അത് മാറുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു അവസ്ഥ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ രാവിലത്തെ വിറയല് അല്ലെങ്കിൽ നമ്മളുടെ മറ്റു പലതരത്തിലുള്ള ഉത്കണ്ഠകളും പ്രശ്നങ്ങളും ഇതെല്ലാം നമ്മളെ വല്ലാതെ തകരാറിലേക്ക് ആക്കുമ്പോൾ നമ്മൾ രാവിലത്തെ കുടി തുടങ്ങുന്നു, ഉച്ചത്തെ കുടി തുടങ്ങുന്നു, ദിവസം മുഴുവനുള്ള കുടിയിലേക്ക് ഓരോരോ ഘട്ടത്തിലേക്ക് അത് മാറി മറയുന്നു. അങ്ങനെ നമ്മളുടെ അവസ്ഥകൾ അനിയന്ത്രിതമായ അവസ്ഥയിൽ നിന്ന് ആ എന്താ പറയുക ബോട്ടം ഹിറ്റ് ആവുന്ന, അടി തട്ടുന്ന ഏതാണ്ട് ഒരറ്റത്തെത്തിയൊരു മനുഷ്യനെ പോലെ ചില ആളുകൾ 10-30 വർഷം എടുക്കുന്നു, ചില ആളുകൾ എന്നെ പോലെ 5-8 വർഷം കൊണ്ട് തന്നെ ആ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ഓരോരുത്തരും പല രീതിയിലാണെങ്കിൽ പോലും എല്ലാം കഴിഞ്ഞ് ആ ഒരു ബിൽഡബ്ല്യുവിന്റെ ഒരു കഥയിൽ പറഞ്ഞ മാതിരി ആ പ്രഭാതത്തിന് മുമ്പുള്ള ഇരുട്ട് അതിഭീകരമായ ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ചീറിപ്പാഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെയാണ് മദ്യാസക്തൻ എന്ന് പറയുമ്പം അയാൾ ഏതറ്റത്തെയും മറ്റു പല രീതിയിൽ വേണമെങ്കിൽ നമുക്കതിന് എത്ര വേണമെങ്കിലും വിശാലമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഉദാഹരണത്തിന് അയാളുടെ ഒരു മദ്യാസക്തൻ നേരിട്ടും അല്ലാതെയും 10 മുതൽ 13 പേരെ ആക്രമിക്കപ്പെടുന്നു. അയാളുടെ കുടുംബം ഏതാണ്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് അയാൾ മാറുന്നു. അകന്നുപോയ ഭാര്യമാര്,
അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകള്, വീട് ഇല്ലാതെ തെരുവിലെത്തുന്ന അവസ്ഥകള്, മാരകമായ രോഗം ബാധിച്ച് നിരന്തരമായി ആശുപത്രികൾ കയറി ഇറങ്ങുന്ന ആളുകൾ. ഇതെല്ലാം മറ്റൊരു പ്രകാരത്തില് നമ്മളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാല് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിലൊരു ചികിത്സയ്ക്ക് നമ്മൾ വിധേയമാകുമ്പോൾ ആൽക്കഹോളിക് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്ന ആ പിന്മാറ്റ അസ്വസ്ഥതകൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് അവസ്ഥകൾ, ഇങ്ങനെ ആ സമയത്തുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അമിതമായ ഒരു വിയർപ്പ്, ഹൃദയമിടിപ്പിന്റെ ഒരു തീവ്രത, അല്ലെങ്കിൽ അത് നമുക്ക് ഒരിക്കലും നമുക്ക് എന്താ പറയാ ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത അവസ്ഥകൾ, അസ്വസ്ഥതകൾ. ഇപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി വീണ്ടും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ആഴ്ചകളുടെ കുടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആ ഒരു അവസ്ഥ തകർന്നു വീണ്ടും ഒരു കുടിയിലേക്ക് പോകുന്നു. അങ്ങനെ വീണ്ടും വീണ്ടുമുള്ള ഒരു പുനർപതനങ്ങൾ. അങ്ങനെ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു മദ്യാസക്തൻ തകർന്നടിയുന്നത് ഒരു ദുരന്തമായ കാഴ്ചയായിട്ട് നമ്മളുടെ ചുറ്റുപാടും ചിലപ്പോഴൊക്കെ നമ്മൾ നിസ്സഹായരായിട്ട് കണ്ടു നിൽക്കാറുണ്ട്. അപ്പൊ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് അനിയന്ത്രിതാവസ്ഥ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ ആൽക്കഹോളിക് അനോണിമസ് നമ്മളെ സഹായിക്കുന്നത്. പലപ്പോഴും ഇതിന്റെ ഏതൊക്കെയോ ഒരു ഘട്ടത്തിൽ ആരുടെയൊക്കെയോ സഹായത്താൽ ചില ആശുപത്രികളിലോ ചികിത്സാലയങ്ങളിലോ കയറിപ്പറ്റി അതിലൂടെ ഒരു എന്താ പറയാ ഒരു ഇടനാഴിയിലൂടെ ചിലപ്പോഴൊക്കെ നമ്മൾ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഈ ഒരു അത്ഭുതകരമായ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരുന്ന അപൂർവം തെരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികളെ നമ്മൾക്ക് കണ്ടുമുട്ടാൻ കഴിയാറുണ്ട്. അപ്പൊ ഇവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ബാലൻസ് ഇല്ലായ്മ എന്നാണ് ഡോക്ടർ ഗോവാൻ സാർ എപ്പോഴും പറയുന്നത്. നമ്മളുടെ ഒരു തലച്ചോറിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഡോപ്പമിനോ അങ്ങനെയൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെടുന്ന രാസവസ്തുക്കളുടെ ചില ഇൻബാലൻസിങ് ആയിട്ടുള്ള അവസ്ഥകൾ. ഇവിടെയൊക്കെയാണ് ആ അസന്തുലിതാവസ്ഥയെ മറികടക്കാൻ വേണ്ടി, അതല്ലാതെ ഈ ഉറക്കമില്ലായ്മ, മയക്കം, ക്ഷീണം, അതുകൂടാതെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾക്കൊക്കെ നമ്മളെ കാരണമാകും. ചില ഭ്രാന്തിനേക്കാളും ഇൻസാനിറ്റി, മതിഭ്രമം, അതല്ലെങ്കിൽ വളരെ ഗുരുതരമായ ഭ്രാന്തനെ പോലെ പെരുമാറുന്ന അവസ്ഥകൾ, അതുപോലെ പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ, അതുപോലെ നമ്മൾ എന്താ പറയാ ഈ ഇത് പറയാറുണ്ടല്ലോ അപസ്മാരങ്ങള്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോധക്ഷയങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആളുകൾ. ഇതുകൂടാതെ നമ്മൾ കാണുന്ന അതിഗുരുതരമായ ഹാലൂസിനേഷൻ, എന്താ പറയാ ഒരു മായാ കാഴ്ചകള്, ഭീകരമായ കാഴ്ചകൾ നമ്മൾ സംഭവിക്കാൻ പറ്റും. ബ്ലാക്ക് ഔട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ അളവിൽ തന്നെ ആവർത്തിച്ച് സംഭവിക്കുന്ന ബ്ലാക്ക് ഔട്ടുകൾ നമുക്ക് ഉണ്ടാവും. ലൈംഗികപരമായ ഇന്നബിലിറ്റികൾ, അതായത് അതിന്റെ ഒരു വല്ലാത്ത ഒരു എന്താ പറയാ നിരാശകളും സങ്കടങ്ങളും അതിന്റെ ഒരു കഴിവില്ലായ്മകളൊക്കെ നമ്മളെ അപകടപ്പെടുത്തുന്നു. ഇതുകൂടാതെ അപകടകരമായ ഡ്രൈവിങ്ങിന് ഇവിടെ സംഭവിക്കുന്ന മാരകമായ അപകടങ്ങൾ, ഇങ്ങനെയൊക്കെ ഒട്ടനവധി അനിയന്ത്രിതമായ അവസ്ഥകളിലൂടെ ഓരോരുത്തരും വ്യത്യസ്തമായ അളവിലും വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡെലീറിയം ട്രിമെൻഡസ് എന്നൊക്കെ പറയുന്ന ചില വാചകങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഉറക്കമില്ലാത്ത കുറെ ദിവസങ്ങൾ, ഉത്കണ്ഠ രോഗം, എന്താ പറയാ ആൻസൈറ്റികൾ, നമ്മളെ ശരിക്കും പറഞ്ഞാല് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആരോ വന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോകുന്ന മാതിരിയുള്ള മായാ കാഴ്ചകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം പ്രതിസന്ധികൾ ഒരു മദ്യാസക്തന്റെ ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ട്. ഇപ്പൊ ഇതിലൊക്കെ എത്രത്തോളം അളവില് ഒരാള് അനുഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിന്റെ ഒരു രോഗലക്ഷണങ്ങള് എത്ര വേണമെങ്കിലും നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ തന്നെ ഏതാണ്ട് ചെറിയ ചെറിയ രീതിയിൽ ഞാൻ കടന്നുപോയി എന്നുള്ളതാണ്. അപ്പം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എനിക്ക് വീടുണ്ട്, നല്ല അമ്മയും ഞാനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമുണ്ട്, നല്ല ബിസിനസ് ഉണ്ട്, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ എനിക്കില്ല, സാമൂഹ്യപരമായിട്ട് ആരും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ചികിത്സകൾ എടുത്തിട്ടില്ല, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ വീട്ടിലേക്ക് ആരും വന്ന് പോലീസുകാർ അന്വേഷിച്ച് വന്നിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് എടുത്തു പറയത്തക്ക ചില ഗുണഗണങ്ങളൊക്കെ എനിക്ക് വിവരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഏതാണ്ട് മരിച്ചൊരവസ്ഥയിൽ തന്നെയാണ് ജീവിച്ചത് എന്നുള്ളതാണ് പിന്നീട് എനിക്ക് ബോധ്യമായത്. അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു, ഞാൻ എന്തിനു ജീവിക്കുന്നു, ഞാനൊരു വൃത്തികെട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഒരു സ്വയം
അത്തരത്തിലുള്ള ഒരു പാപഭാരം നിറഞ്ഞ ചിന്തകളും എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണം, മരിക്കണം എന്നുള്ള വല്ലാത്തൊരു ചിന്തകളായിട്ട് കഴിഞ്ഞുകൂടിയ കുറെ നാളുകളായിരുന്നു. പക്ഷെ മരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. അതിലേറെ എനിക്ക് ജീവിക്കണം എന്നുള്ള അതിയായ കൊതിയും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ കലങ്ങി മറഞ്ഞ ഏതാണ്ട് വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അപ്പൊ ഇവിടെയൊക്കെ ഒരു പ്രാർത്ഥന അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഈശ്വര, എന്നെ ഒന്ന് രക്ഷിക്കണേ, എനിക്ക് ജീവിക്കണം. അല്ലാതെ എനിക്ക് മരിക്കണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലേറെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ള ഭയങ്കരമായൊരു പ്രാർത്ഥന ഞാൻ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പം അതിനൊക്കെ വിലകളുണ്ട്. ഇപ്പൊ ഇന്നലെയും മിനിയാന്നൊക്കെ ഉള്ള ഡെയിലി റിഫ്ലക്ഷനിലെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്തപ്പം പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിച്ചവർക്കൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് ആരും തന്നെ പ്രാർത്ഥിച്ചവരാരും അതിനെ നിഷേധിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയായിരുന്നു അതൊക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒരവസ്ഥയിലാണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് കൂട്ടായ്മയിൽ വന്ന സമയത്ത് എനിക്കറിയാം, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു ശാരീരിക മാനസികാവസ്ഥ എന്നിലുണ്ടായിരുന്നു. പിന്നെ എന്തിൻ്റെയൊക്കെയോ ഒരു പിൻബലത്തില് ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഏതായാലും കുടിക്കാത്ത കുറച്ച് നാളുകൾ എന്നെ വീണ്ടും വീണ്ടും എയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു, അല്ലെങ്കിൽ എന്നെ ഇതിലേക്ക് നയിച്ചു എന്ന് വേണമെങ്കിൽ മാത്രം പറയാം. തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണ് കേട്ട് വീണ്ടും വീണ്ടും വരിക, ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ള ആ ഒരു മന്ത്രം കേട്ട് കേട്ട് ഞാൻ എയിൽ എത്തിപ്പെട്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതായത് കുടിച്ചുകൊണ്ട് കുറേ കാലം ഞാൻ നഷ്ടപ്പെടുത്തി. ഒന്നുമില്ലാത്ത ഏതോ ഒരു അന്യഗ്രഹ ജീവിക്കുന്നത് പോലെ ഞാൻ ഈ ഭൂമിയിൽ യന്ത്രമനുഷ്യനെ പോലെ ഞാൻ ജീവിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ എയില് വന്നു, കുടി നിന്നു, സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നിന്നു. പക്ഷെ കുടിക്കാത്ത ദിവസങ്ങൾ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം കുടിച്ച കാലത്തുണ്ടായതിനേക്കാളും മാരകമായ മാനസിക പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളിലൂടെയാണ് എന്നെ കടത്തിവിട്ടത് എന്നുള്ള. എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. ഉത്തരങ്ങൾ കിട്ടാത്ത കുറെ ചോദ്യങ്ങളുമായിട്ടുള്ള സ്വയം ഒരു അന്വേഷണം. എന്നാൽ ആൽക്കോളിക് അനോണിമസിലൂടെ യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള മാറിയ കുറെ ചിന്തകളും അല്ലെങ്കിൽ ചില അനുഭവങ്ങളും ആയിട്ട് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാതെ പോകുന്ന ചില അവസ്ഥകൾ. അതും ഒരു പരിധിവരെ പറഞ്ഞാൽ സോബർ അൺമാനേജബിലിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഘട്ടം, സുബോധത്തിലൂടെയുള്ള അനിയന്ത്രിതാവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. മറ്റേത് മദ്യപിച്ചുകൊണ്ടുള്ള അനിയന്ത്രിതാവസ്ഥയാണെങ്കിൽ ഇതെന്നെ സുബോധത്തിലുള്ള ഒരു അനിയന്ത്രിതാവസ്ഥ എന്ന ഒരു പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു അവസ്ഥയിലേക്ക് അതെന്നെ കൊണ്ടെത്തിച്ചു. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വല്ലാതെ അടിതെറ്റിപ്പോയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കുടി നിർത്താൻ വേണ്ടി നമ്മളെ സഹായിച്ചത് കുടിക്കുന്ന കാലത്തെ തീവ്രമായ ചില അനുഭവങ്ങളും പരാജയങ്ങളും ആണെങ്കിൽ അത് സുബോധാവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചു എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. അതായത് നമ്മൾ കുടിക്കാത്ത അവസ്ഥയെ നമ്മളെല്ലാവരും സുബോധാവസ്ഥ എന്നാണല്ലോ പൊതുവെ പറയുന്നത്. പക്ഷെ അവിടെയാണ് നമ്മൾ വല്ലാതെ പരാജയപ്പെട്ടു പോകുന്നത്. കാരണം കുടിക്കാനും പറ്റുന്നില്ല, കുടിക്കുന്നുമില്ല, പക്ഷേ ഇനി കുടിക്കണം എന്നുള്ള ആഗ്രഹവുമില്ല, പക്ഷേ ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യും? അവിടെയാണ് ഞങ്ങൾ വഴിത്തിരിവിലെത്തി നിൽക്കുന്നത്. എല്ലാം ത്യജിച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് സുരക്ഷയ്ക്കുമായി ഞങ്ങൾ യാചിച്ചു. രോഗശമനത്തിന് നിർദ്ദേശിക്കപ്പെട്ട നടപടിക്രമങ്ങൾ ഞങ്ങൾ താഴെ വിവരിക്കുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ വളരെ അടുക്കും ചിട്ടയോട് കൂടിയിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ, മനോഹരമായ വരികള്, അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ എൻ്റെ ആ ഒരു മാനസികാവസ്ഥ അതിലുമായിട്ട് ലയിക്കാത്ത, വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇവിടെയാണ് ഒരു സ്പോൺസറുടെ കടന്നു വരവ് എൻ്റെ ജീവിതത്തിലേക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ആൽക്കോളിക് അനോണിമസിൽ എത്തിപ്പെട്ട് സുബോധാവസ്ഥയിലൂടെ തുടർന്നു പോകാനുള്ള ആഗ്രഹവുമായിട്ട് നിലനിൽക്കുന്ന ഓരോരുത്തർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വരികയാണ്. ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകണം, ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് കൂടുതൽ ധാരണയിലും ഫലപ്രാപ്തിയിലും ഞങ്ങൾ കൂടുതൽ വളരേണ്ടതുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് അത് മാറുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ചിന്തയാണ് ഒരു സ്പോൺസറുടെ അടുത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ആത്മീയ പ്രഭാഷണങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് പോലെ ഒരു ശിഷ്യൻ എപ്പോൾ
പക്വമാകുന്നുവോ ആ സമയത്തേക്ക് അയാളെ തേടി ഗുരു അയാളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെയാണ് ആൽക്കഹോളിക് അനോണിമസിലേക്ക് ഒരു മെമ്പർ വന്നു, അയാൾ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, അയാൾക്ക് ഒരു രക്ഷയുമില്ല, ഇനി അയാൾക്ക് മാറിയേ മതിയാവൂ, ഇനി എനിക്ക് കുടിക്കാനും കഴിയില്ല, എനിക്കിട്ട് കുടിക്കാനും ആഗ്രഹവുമില്ല, പക്ഷെ എനിക്ക് ജീവിക്കണം, സന്തോഷകരമായിട്ട് ജീവിക്കണം. അപ്പൊ ഇവിടെയൊക്കെ എങ്ങനെ കടന്നു പോകുമ്പോഴാണ് അറിയാതെ പല സ്ഥലത്തുനിന്നും പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നു. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ ബിൽഡബ്ല്യുവിന്റെ ചില വാചകങ്ങൾ, പ്രഭാതത്തിന് മുമ്പുള്ള ഇരുട്ട് അതിഭീകരമായിരുന്നു എന്നൊക്കെ പറയുമ്പം ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നുപോയതിന്റെ എല്ലാ അവസ്ഥാന്തരങ്ങളെയും ആ രണ്ട് ചെറിയ വാക്കുകളിലൂടെ നമുക്ക് എന്താ പറയാ ഗ്രഹിക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. അതുപോലെ ഓരോരോ കാര്യങ്ങളും, ഇപ്പൊ ശാരീരികമായ എലർജിയും മാനസികമായ വിധേയത്വവുമാണ് മദ്യാസക്തിയുടെ പ്രകടമായ ചില നിർവചനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരുപാട് കാലഘട്ടത്തേക്ക് അത് കൊണ്ടുപോകും. രാവിലെയുള്ള വിറയല്, അതുപോലെ ഉറക്കം, ഹാലൂസിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ചില മതിഭ്രമങ്ങൾ, ഇതെല്ലാം നമ്മളെ ആ അവസ്ഥകളിലൂടെ കടത്തിവിട്ടതിന്റെ അനുഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പറയാറുണ്ട് കൂട്ടായ്മയുടെ അകത്തും പ്രോഗ്രാമിന് പുറത്തും എന്നുള്ളൊരവസ്ഥ. അതായത് ഞാൻ മീറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ട്, ഷെയറിങ് നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ദിവസങ്ങൾ എണ്ണുന്നുണ്ട്, മാസങ്ങളായി, ആഴ്ചകളായി, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞതിന്റെ ടോക്കണും ഞാൻ വാങ്ങുന്നുണ്ട്. പക്ഷേ എന്ത് കാര്യം? കുടിച്ച് കുറെ കാലം ഞാൻ നഷ്ടപ്പെടുത്തി, ഇപ്പൊ ഞാൻ കുടിക്കാതെയും കുറെ കാലങ്ങൾ നഷ്ടപ്പെടുത്തി എന്നുള്ളത് മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. വലിയൊരു ചോദ്യചിഹ്നം എപ്പോഴും ബാക്കിയാവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു സ്പോൺസറുടെ അടുത്തെത്തുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാന വഴിത്തിരിവായിട്ട് നമുക്ക് തോന്നാൻ പറ്റുക. സാധാരണഗതിയിൽ ഒരു സ്പോൺസർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ആൽക്കഹോളിക് അനോണിമസിന്റെ ഒരു നവാഗതൻ എന്ത് സംഭാവനയാണ് കൂട്ടായ്മയ്ക്ക് നൽകുന്നതെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും നമ്മൾ എവിടെ നിന്നാണ് ഈ കൂട്ടായ്മയിൽ എത്തിയത് എന്നുള്ളത് ഓരോ നവാഗതനും അയാളുടെ അനുഭവത്തിലൂടെ നമ്മൾക്ക് പ്രദർശിപ്പിച്ച് കാണിച്ചു തരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ഒരു പഴമക്കാരനായിട്ടുള്ള, ഓൾഡ് ടൈമർ ആയിട്ടുള്ള, വിജയിച്ച ഒരു ആള് എന്താണ് നമുക്ക് തരുന്ന സന്ദേശം എന്ന് ചോദിച്ചാൽ, നമ്മൾ പൊതുവിൽ പറയുന്നുണ്ട്, നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അയാൾ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. ഞങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ഇനി ഞങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം. അപ്പൊ ഇനി ഞങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളത് ഒരു പഴമക്കാരനായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സീനിയർ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ നമ്മുടെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും എങ്ങനെയാണ് നമ്മൾ ഇതിലൂടെ മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഒരു സ്പോൺസർ നമുക്ക് എന്ത് നൽകും എന്ന ചോദ്യത്തിന് പലപ്പോഴും ചില ഉത്തരങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയ ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എക്സാക്ട് നമ്മൾ എവിടെ, ഏത് ജംഗ്ഷനിൽ, ഏത് പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുന്ന ആ ജംഗ്ഷനിൽ നിൽക്കുന്ന അയാൾ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു തരും. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ തരാൻ ഒരു സ്പോൺസർക്ക് കഴിയും എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയത്. കാരണം ഞാൻ അതിൽ വന്നപ്പോൾ ഈ രണ്ട് അവസ്ഥകൾ എനിക്ക് മനസ്സിലായി. ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പല നവാഗതരും പല ആളുകളും എനിക്ക് കാണിച്ചു തന്നു. വളരെ വ്യത്യസ്തമായ, കേരളത്തിനകത്തും വെളിയിലും പുറത്തും ഒക്കെ ആയിട്ടുള്ള ചില മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തപ്പം നമ്മൾ എവിടെയാണ് ഇനി എത്തിച്ചേരേണ്ടത്, എപ്പോഴും പറയാം വാറണ്ടി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട് നമ്മൾ പറയാറുണ്ട്. എന്താണ് വാറണ്ടി, എന്താണ് ഗ്യാരണ്ടി എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി, നമ്മൾ ഇനി എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് അവരും കാണിച്ചു തന്നു. പക്ഷേ ഹൗ ഇറ്റ് വർക്ക്സ്, ഇത് എങ്ങനെ പ്രവർത്തിക്കും, അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എപ്പോഴും ഒരു ഉറക്കം കെടുത്തുന്ന ഒരു ചോദ്യവുമായിട്ട് എന്നെ പലപ്പോഴും അത് ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഇനി എങ്ങോട്ട് ഞാൻ പോകും, ആ ഒരു കാര്യത്തിനാണ് യഥാർത്ഥത്തില് നമ്മളൊരു സ്പോൺസർ എടുത്ത് നമ്മൾ എത്തിച്ചേരുന്നത്. അയാളും ഈ പറഞ്ഞ മാതിരി ആൽക്കഹോളിക് ആണ് എന്നതിലുപരി അദ്ദേഹം ഈ ഒരു കൂട്ടായ്മയിലൂടെ, ഈ ഒരു മാർഗത്തിലൂടെ, പറയുന്ന രീതിയിലൂടെയൊക്കെ ഏതാണ്ടൊക്കെ നീതി പുലർത്തി അതിനോടൊക്കെ ചില ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലൊക്കെ പരിശീലിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ അവിടെ എത്തിയപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ഒരു വല്ലാത്തൊരു തിരക്ക് എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു. കാരണം ഏത് കാര്യത്തിനും ചില
ആരംഭശൂരത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തുടക്കത്തിൽ തന്നെ ഭയങ്കരമായൊരു തിരക്ക് എന്നെ അലട്ടിയിരുന്നു എന്നുള്ളതാണ്. ആ ഒരു തിരക്ക് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് എനിക്ക് ആദ്യം തരാനുള്ള ഏറ്റവും വലിയൊരു മരുന്നായിട്ട് അത് മാറുകയും ചെയ്തു. എന്നോട് പറഞ്ഞു, വായ അടച്ചിട്ട് ചെവിയൊക്കെ ഒന്ന് തുറന്ന് കുറച്ച് ദിവസം ഈ എന്താണ് AM മീറ്റിംഗ് എന്നൊക്കെ ഉള്ളതൊന്ന് കേട്ടിരിക്കാനൊക്കെ ഉള്ള ഒരു ക്ഷമയുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എൻ്റെ തലക്കേറ്റ വലിയൊരു അടിയായിട്ടാണ് എനിക്ക് അന്നേരം തോന്നിയെങ്കിലും കാര്യങ്ങളിത് മനസ്സിലാക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹവും അതിന് പറ്റിയ ഒരാളാണ് അദ്ദേഹം എന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസവും ഒക്കെ എന്നെ ആ ഒരു അനുസരണശീലമുള്ളവനാക്കി മാറ്റി എന്ന് വേണം പറയാൻ. ഏതായാലും ഞാനത് പിന്തുടർന്ന് കുറച്ച് ദിവസമൊക്കെ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം പതിയെ പതിയെ ആ ഒരു പടികളുടെ കാര്യത്തിലേക്ക് വന്നു. അവിടെയാണ് ഈ മദ്യത്തിന്റെ മുന്നിൽ ഞാൻ ശക്തിഹീനാണ്, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ച വന്നത്. വളരെ പെട്ടെന്ന് തന്നെ അതൊരു എന്താ പറയാ, ഒരു പ്രത്യേക വഴിത്തിരിവിലേക്ക് അത് മാറ്റിയിട്ടു എന്നുള്ളതാണ്. എന്നോട് ചോദിച്ചു, ആ ഒന്നാമത്തെ പടിയുടെ അവസാനത്തെ ഭാഗം, 2 ഭാഗങ്ങളുണ്ട് ഒന്നാമത്തെ പടിക്ക്. അപ്പൊ ഒന്നാമത്തെ പടിയില് നമ്മൾ അനിയന്ത്രിതമായ ജീവിതത്തിലേക്കാണോ മദ്യം കടന്നു വന്നത്, അതോ മദ്യപിച്ചതിന് ശേഷമാണോ നിന്റെ ജീവിതം അനിയന്ത്രിതമായത് എന്നുള്ള ചോദ്യം പലവർക്കും പല രീതിയിലായിരിക്കും കേട്ടോ. എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങളത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായത് കൊണ്ടായിരിക്കാം എന്നോടുള്ള ചോദ്യം എനിക്ക് വേണ്ടി മാത്രമുള്ള ചോദ്യമായിട്ട് എനിക്കത് അന്നേരം തോന്നി എന്നുള്ളതാണ്. ഏതായാലും ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ വേഗത്തിൽ കുറച്ച് ദിവസത്തെ സുബോധം കൊണ്ട് തന്നെ അതിന് കൃത്യമായൊരു മറുപടി പറയാൻ മാത്രം ഞാൻ പ്രാപ്തനായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഉടനെ പറഞ്ഞു, സാറേ ഒരു സംശയവും വേണ്ട, മദ്യപിക്കുന്നതിനൊക്കെ മുന്നേ, എത്രയോ മുന്നേ ഞാൻ വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചിന്തകളെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ അസ്വസ്ഥനായിരുന്നു എന്ന് ആ ഘട്ടത്തിൽ എനിക്ക് ഒറ്റ വാക്കിലൊരു മറുപടി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും വൈദ്യൻ ഇച്ഛിച്ചതും ദൈവം കൽപ്പിച്ചതോ അതൊക്കെ ഒന്നാണെന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു, ഇനി വളരെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം നമ്മൾ നല്ലൊരു തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ള ഈ ഒരു ചെറിയൊരു മൂലക്കല്ലിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമായ ഒരു ശക്തിയെ നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയുന്നത് പോലെ ആ ഒരു ചോദ്യവും ഉത്തരവും തന്നെ എൻ്റെ എയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറി എന്നുള്ളത് ഇന്നും എന്നും ഞാൻ ഓർക്കുന്ന ഒരു പ്രധാന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ആ അനിയന്ത്രിത അവസ്ഥ മദ്യപിക്കുന്നതിന്റെ മുമ്പ് തന്നെ എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുണ്ടായിരുന്നു. അതായത് ഞാനൊരു നോർമൽ പേഴ്സൺ അല്ല. ഉദാഹരണത്തിന് അതിന് ഇപ്പൊ ബിൽഡബ്ല്യുവിന്റെ പാസിറ്റോൺ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ പലപ്പോഴും അതാണ് നമ്മൾ ഈ ഒരു ആൽക്കഹോളിക് അനോണിമസ് പഠിപ്പിക്കാനില്ല എന്നൊക്കെ ചിലപ്പോഴൊക്കെ ചില ആളുകൾ ചില വാദഗതികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വയം ഒരു കേമനാവാൻ ഭാവിച്ചിട്ടൊക്കെ ചില തട്ടിവിടുന്ന ചില വാചകങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആൽക്കഹോളിക് അനോണിമസ് ഒരുപാട് പഠിക്കാനുണ്ട്. അത് ഓരോ വ്യക്തികളെയും ഡിപ്പെൻസ് ആണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പഠന വിഷയമാക്കി എൻ്റെ ജീവിതത്തിലേക്ക് മാറ്റിയപ്പോൾ എന്താണ് അനിയന്ത്രിതാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ബിൽഡബ്ല്യു അദ്ദേഹത്തിന്റെ ജീവിത കഥ തന്നെ വളരെ മനോഹരമായിട്ടൊരു സിനിമ പോലെ തന്നെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്പത്തിൽ നല്ല പഠനത്തിൽ മികവുള്ള ആളായിരുന്നു. നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന രീതിയിൽ പാട്ടും ഡാൻസും സ്പോർട്സൊക്കെ വളരെ മികവില് അല്ലെങ്കിൽ വളരെ കഴിവ് തെളിയിച്ച ആളായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ സ്കൂളിംഗ് അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു പ്രണയമുണ്ടായിരുന്നു, പ്രണയ നൈരാശ്യമുണ്ടായിരുന്നു, പ്രണയിച്ച കുട്ടി മരിച്ചു പോയതിന്റെ വിരഹമുണ്ടായിരുന്നു, അച്ഛനമ്മമാരുടെ ഡൈവോഴ്സും സെപ്പറേഷനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനിയന്ത്രിതമായ വികലമാക്കപ്പെട്ട ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ അദ്ദേഹത്തിന്റെ ആഴത്തിലും മനസ്സിലും അയാളുടെ എന്താ പറയാ മറ്റുള്ള രീതിയിലൊക്കെ അയാൾക്ക് ഒരുപാട് മുറിവേറ്റ അല്ലെങ്കിൽ വികലമാക്കപ്പെട്ട ചില ബാല്യകാലങ്ങൾ അയാളെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു എന്ന് അയാള് അദ്ദേഹത്തിന്റെ കഥയിൽ വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഏതോ ഒരു സമയത്തേക്ക്, ശരിക്കും പറഞ്ഞാൽ വിഞ്ചസ്റ്റർ ദേവാലയത്തിൽ, അദ്ദേഹം ന്യൂ ഇംഗ്ലണ്ട് പട്ടണത്തിൽ ഞങ്ങൾ കപ്പലിറങ്ങി അവിടെ ഒരു എന്താ പറയാ ഒരു ശിലാഫലകത്തിലേക്ക് നോക്കി എന്താ പറയാ ഏറ്റു മരിച്ചാലും യുദ്ധത്തിന് അടിമപ്പെട്ട് വെടിയേറ്റ് മരിച്ചാലും
ഒരു യുദ്ധ സൈനികന് എപ്പോഴും ഓർമ്മിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബില്ലിന്റെ കഥയിൽ മനോഹരമായ ഒരു തുടക്കത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും എവിടെയാണ് ഈ മദ്യം നമ്മളുടെ പരവതാനിയിലേക്ക് കടന്നു വന്നതെന്നുള്ളതാണ്. വളരെ അപ്രതീക്ഷിതമായ, ഒരിക്കലും കുടിക്കണം എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പരവതാനിയിലേക്ക് മദ്യവും കടന്നു വന്നു. ഒരുപാട് അറിയാമായിരുന്നു മദ്യം കഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അത് കഴിച്ചാലുണ്ടാവുന്ന ദുരന്തങ്ങളെ കുറിച്ചും എല്ലാ അറിവുകളും എന്നിലുണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം ഞാൻ മാറ്റിവെച്ചു. ആ മനോഹരമായ സായാഹ്നത്തിൽ ഞാനും ആദ്യമായിട്ട് മദ്യം കഴിച്ചു എന്ന് ബിൽഡബ്ല്യു അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും മദ്യം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ, ഇപ്പൊ തമാശക്ക് ചോദിച്ചാൽ അതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളൊക്കെ മദ്യപിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലാണ് അധിക സമയം മദ്യപിക്കുന്ന കാലഘട്ടം ആദ്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഏതേണ്ടൊക്കെ മദ്യാസക്തനായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കളുമായിട്ട് ഉച്ചയ്ക്കോ രാവിലെയൊക്കെ തന്നെ ഫോണിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വൈകുന്നേരം ഏത് ബ്രാൻഡ് വാങ്ങണം, ഫുള്ള് വാങ്ങണോ, 500 വാങ്ങണോ, സോഡ വാങ്ങണോ, ടച്ചിങ്സ് വാങ്ങണോ, എവിടുന്ന് കഴിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ചർച്ചകൾ തന്നെ ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളായിട്ട് തുടങ്ങും. ഈ കുടി നടക്കുന്നത് ചിലപ്പോൾ 6 മണിക്കോ 7 മണിക്കോ ആയിരിക്കും. പക്ഷെ ആ മനസ്സിലുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കുന്നതൊക്കെ വളരെ നേരത്തെ ആയിരിക്കും. അപ്പൊ അത്തരത്തില് മദ്യപിക്കുന്ന മദ്യപിച്ച് അനിയന്ത്രിതമാകുന്ന കാലഘട്ടത്തിന് മുമ്പ് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അനിയന്ത്രിതമായ അവസ്ഥകൾ, സാധാരണ മനുഷ്യരെ പോലെ നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മളുടെ ഈ അനിയന്ത്രിത അവസ്ഥകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ദുരന്തമായ അല്ലെങ്കിൽ അവസ്ഥകൾ. ഇപ്പൊ നല്ല ജോലികൾ നഷ്ടപ്പെട്ടു പോയവര്, അതുപോലെ നല്ല നല്ല കുടുംബജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായ ആളുകള്, നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന മാനനഷ്ടങ്ങള്, ചില ചെറിയ കളവുകള് പിടിക്കപ്പെടുന്നത്, ചില തെറ്റായ ലൈംഗികപരമായ തെറ്റായ ചിന്തകളും ധാരണകളുടെ അടിപ്പെട്ടുകൊണ്ട് അനിയന്ത്രിതമാവുന്ന മാനസികമായ സംഘർഷങ്ങള്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട്. ഞാനൊക്കെ എപ്പോഴും എനിക്കറിയാം, ഒരു ചാരായ ഷാപ്പിൽ പോയിട്ട് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങള്, വലിയ ആളുകളാവണം എന്നുള്ള എന്തോ ഒരു തെറ്റായ ധാരണകൾ കൊണ്ട് തന്നെ അനാവശ്യമായിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്ന അവസ്ഥകള്, ഇങ്ങനെ തുടങ്ങി സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ ഉണ്ടാക്കുന്ന കള്ളക്കളികള്, കളവ്, ചതികള്, ഇങ്ങനെ തുടങ്ങിയിട്ട് മദ്യപിക്കാതെ തന്നെ പല തരത്തിലും എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഞാൻ കാട്ടിക്കൂട്ടിയിരുന്നു എന്നുള്ളത്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പിടിക്കപ്പെടാതെ പോയിരുന്നു എന്നുള്ളത് എൻ്റെ കഴിവ് കൊണ്ടല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ 3ാമത്തെ പടിയുമായി ബന്ധപ്പെട്ട് ഡെയിലി പ്രശ്നമായിട്ടുള്ള വിശദീകരണത്തില് അന്നൊക്കെ ദൈവം എന്നെ ആ ഉള്ളം കയ്യില് വളരെ എന്താ പറയാ സുരക്ഷിതമായിട്ട് എന്നെ പരിപാലിച്ചു കൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളത് തന്നെ ആ ദൈവത്തെ കൂടുതൽ വിശ്വസിക്കാനും അതിനെ വിട്ടുകൊടുക്കാനും സമർപ്പിക്കാനും ഒക്കെ ഉള്ള വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്കത് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പടികളിലേക്കൊക്കെ കടന്നു പോകാനൊക്കെ നമ്മളെ ചിന്തകളെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്നോട് ആദ്യം ചോദിച്ച ആ ചോദ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ ദിവസങ്ങളോളം ആ 1ാമത്തെ പടി എന്ത് പരിശീലിക്കാനാണ്. ചിലപ്പോഴൊക്കെ നമ്മളുടെ ആളുകൾ പറയും 1ഉം 2ഉം 3ഉം പടികള് നമ്മള് വളരെ വേഗത്തിൽ തന്നെ, ഒരു നവാഗതൻ കൂട്ടായ്മയിൽ വരുന്നു, അയാൾക്ക് കുടി നിർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നു, അയാൾ തുടർച്ചയായിട്ട് മീറ്റിങ്ങിൽ വരുന്നു, അയാൾ സുബോധാവസ്ഥകൾ നിലനിർത്തി പോകുമ്പോൾ നമ്മൾക്ക് പറയാൻ പറ്റും അയാൾ അറിഞ്ഞോ അറിയാതെയോ അയാൾ 1ഉം 2ഉം 3ഉം പടികൾ പരിശീലിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ പുസ്തകം എടുത്തോളൂ, നിങ്ങൾ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തൽ നിങ്ങൾ എഴുതി തയ്യാറാക്കിക്കോളൂ എന്നൊരു സ്പോൺസർ പറയുന്നു എന്നൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ശരിയുമായിരിക്കാം. പക്ഷെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ അതൊട്ടും എനിക്ക് പര്യാപ്തമായിരുന്നില്ല. കാരണം എനിക്ക് 1ാമത്തെ പടി തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേരം എന്നെ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഉള്ളൊരു ഉപാധിയായിട്ട് അത് മാറി എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ അനിയന്ത്രിതമായ അവസ്ഥയിലേക്ക് മദ്യം കടന്നു വന്നു എന്ന് പറഞ്ഞപ്പോൾ കുടിക്കാത്ത കാലഘട്ടത്തിലെ അനിയന്ത്രിതാവസ്ഥയെക്കുറിച്ച് എനിക്ക് വിശദമായ ഒരു പഠനം എൻ്റെ ജീവിതത്തിൽ നടത്താൻ എനിക്ക് സാധിച്ചു. ഏതായാലും അതിനുശേഷം മദ്യപിച്ചപ്പം ആ ഒരു എന്താ പറയാ പരിപൂർണമായിട്ട് പരാജയപ്പെട്ട അനിയന്ത്രിതാവസ്ഥയിലേക്ക് കൂടുതൽ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വീണ്ടും പെട്രോൾ ഒഴിച്ചു എന്ന് പറഞ്ഞതുപോലെ ആ മദ്യം എൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് തകർത്ത് കളഞ്ഞു, നിലം പരിശാക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാ പ്രവൃത്തികളുടെയും എല്ലാ സീമകളും ലംഘിച്ച് അത് പരിപൂർണമായിട്ട് അങ്ങോട്ട് അതിൻ്റെ അവസ്ഥാന്തരങ്ങളിലേക്ക് അത് എത്തിപ്പെട്ടു.
അപ്പൊ പിന്നെ ഒരു മാർഗവുമില്ല, പിന്നെ മരണം മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം തരാനുള്ള മാർഗമായിട്ട് അവശേഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഏതായാലും അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ എന്താ പറയാ അവസ്ഥകളെ വലിച്ചു നീട്ടാൻ ധാരാളം അനുഭവങ്ങളും ഇതെല്ലാം വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് മാത്രം നമുക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാനാവോ? ഒരിക്കലും കഴിയില്ല. നമ്മൾ രാത്രി വീട്ടിൽ വന്ന് AC ഒക്കെ ഓണാക്കി ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് മീറ്റിംഗ് ഒക്കെ കൂടി കഴിഞ്ഞ് ഒന്ന് കിടന്നു നോക്കണം. ഒരിക്കലും കണ്ണടയ്ക്കാൻ പറ്റില്ല. കണ്ണടച്ചാൽ ഒരുപാട് ചിന്തകൾ വന്ന് നമ്മളെ അങ്ങോട്ട് നിറയും. എന്തു ചെയ്യാൻ പറ്റും? അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ആന്തരികമായ ആത്മീയപരമായിട്ടുള്ള രോഗം കൂടി നിങ്ങൾക്കുണ്ടായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും മാത്രം രോഗമുള്ളവരായിരുന്നില്ല നമ്മൾ. നമ്മൾക്കൊരു ആത്മീയ രോഗം കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ആത്മീയ രോഗം ഞങ്ങൾ തരണം ചെയ്തപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞങ്ങൾ വളർന്നു എന്നാണ് ബിഗ് ബുക്കിൽ പറഞ്ഞത്. അപ്പൊ ഇതെങ്ങനെ സാധിക്കും? അവിടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ശരിക്കുള്ള ഒരു അഴിച്ചുപണി എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ സന്തോഷവാനാണ്, എനിക്ക് കിട്ടിയ സുബോധം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ലല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് വീണ്ടും തലയ്ക്ക് കൈ സ്വയം അടിച്ചുകൊണ്ട് ശപിക്കുന്നു? എന്തിനിങ്ങനെ ഒരു ജീവിതം കുടിക്കാതെ? എനിക്കെന്താ ഒരു സമാധാനം ഇല്ലാത്തത്? എനിക്കെന്താ ഒരു ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ പറയും ഒരു TV ഓണാക്കി കഴിഞ്ഞാൽ റിമോട്ട് എടുത്തിട്ട് 100 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുക. വണ്ടി ഓടിക്കുകയാണെങ്കിൽ വെറുതെയെങ്കിലും ആക്സിലേറ്റർ ചവിട്ടുക, ബ്രേക്ക് ചവിട്ടുക, ഗിയർ മാറ്റുക, പടപടയെന്ന് പറഞ്ഞിട്ട് ഓടിക്കുക. ഒരു ഹാർമണി ഇല്ല ജീവിതത്തിൽ. അത് ഏത് കാര്യത്തിലായിക്കോട്ടെ. ബസ്സിൽ കയറിയിട്ടാണെങ്കിൽ അങ്ങോട്ട് പോയിരിക്കുക, ഇങ്ങോട്ട് മാറിയിരിക്കുക. പെട്രോൾ പമ്പ് കയറി കഴിഞ്ഞാൽ പെട്രോൾ അടിക്കാൻ പോയാൽ നമ്മൾ അങ്ങോട്ട് പോയാൽ അവിടെ നിന്ന് അടിക്കാൻ തോന്നും, അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് തിരിക്കും. ലാസ്റ്റ് എല്ലാവരെക്കാളും പിറകിലായിട്ട് നമ്മൾ പോകുന്നൊരവസ്ഥ. എല്ലാ അർത്ഥത്തിലും നമ്മൾ നശിച്ച് നമ്മൾ പരാജയപ്പെടുന്നു. അപ്പം സ്വയം കുറ്റബോധം, ഞാൻ എന്തൊരു മനുഷ്യനാണ്, ഈ ദൈവം എന്താ, ഞാനിവിടെ പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ പടികൾ പരിശീലിക്കുന്നില്ലേ, ഞാൻ മീറ്റിങ്ങിന് പോകുന്നില്ലേ, ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ലേ, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. സദാചാര നിഷ്ഠകളോ ഉത്കൃഷ്ടമായ തത്വശാസ്ത്രങ്ങളോ മദ്യപാന ആസക്തിയെ മറികടക്കാൻ സഹായിക്കുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്രയോ നാൾക്ക് മുമ്പ് തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേനെന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് സാധിക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? പ്രശ്നം വേറൊന്നുമല്ല, നമ്മള് വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറയില്ലേ, വഞ്ചി കെട്ടിയിട്ടിട്ട് തുഴഞ്ഞിട്ട് കാര്യമില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? അപ്പൊ മുന്നോട്ട് പോകാന്ന് പറയുമ്പോൾ ആക്ഷൻ ഈസ് ദ മാജിക് വേർഡ് എന്ന് പറയും. ആദ്യത്തെ 3 പടികൾ നമ്മളുടെ മാനസികമായിട്ട് നമ്മൾ നമ്മളെ തയ്യാറാക്കുന്ന പടികളാണെങ്കിൽ 4 മുതൽ 12 പടി വരെയുള്ള ആ ഒരു ഘട്ടം മുഴുവനും പ്രവൃത്തിയെ ആണ് പ്രധാനമായിട്ടും നമ്മളോട് എന്താ പറയുക ചെയ്യാൻ, അല്ലെങ്കിൽ പ്രവൃത്തിയെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മളോട് പറയുന്നു. അപ്പം ശരിക്കും പറഞ്ഞാല് 4ാമത്തെ പടി ബിഗ് ബുക്കിൽ പറയുന്നത് വളരെ ലളിതമായിട്ടാണ്. നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ശവക്കുഴി മാന്തുന്ന പരിപാടിയൊന്നും അവിടെ പറയുന്നില്ല. പലതരത്തിലൊരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ഇൻവെന്ററി ലീസ്റ്റിനെ കുറിച്ചൊക്കെ എൻ്റെ സ്പോൺസർ ഞാനുമായിട്ട് ചർച്ച ചെയ്തു. ആൽക്കഹോളിക് അനോണിമസിൽ ബിഗ് ബുക്ക് പ്രകാരത്തിൽ പോകുന്ന പലതരത്തിലുള്ള സ്റ്റെപ്പ് സ്റ്റഡി അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടീസിങ് ഒക്കെ പല ആളുകളും നടത്തുന്നത് ഞാൻ കണ്ടു. ഞാനൊരു വേള അതൊക്കെ പരിശീലിക്കുകയും ചെയ്തു നോക്കിയാണ്. വളരെ എളുപ്പമാണ് അത്. അവിടെ ഇതൊന്നും പറയുന്നില്ല. കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, അവിടെ നിങ്ങളുടെ 4 തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭയം, നമ്മളുടെ വിദ്വേഷം, പക, അതുപോലെ തന്നെ ആ ഒരു സെക്സ്, ലൈംഗികത, ഇങ്ങനെ കുറിച്ചിട്ടുള്ള 4-5 കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു തിയററ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് ആഴത്തിൽ തന്നെ ഇപ്പൊ നമുക്ക് എന്താ പറയാ ഭയം, എന്തുകൊണ്ട് എനിക്ക് ഭയം ഉണ്ടാകുന്നു, അത് എന്താ പറയാ എൻ്റെ അമിതമായ ആത്മവിശ്വാസങ്ങളോ അല്ലെങ്കിൽ ദുരഭിമാനങ്ങളോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കൂടി കണ്ടെത്തുമ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു സ്പോൺസർ ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ അയാൾക്ക് അത് വളരെ വിശദമായിട്ട് തന്നെ ആഴത്തിൽ പരിശോധിക്കാവുന്നതൊക്കെ ഉള്ളൂ എന്നുള്ളത് അറിയാം. പക്ഷെ എന്നെ പോലുള്ള ഒരാൾക്ക് അത് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എൻ്റെ സ്പോൺസർ ഒരു പക്ഷെ മറ്റൊരു മാർഗത്തിലൂടെ അത് എനിക്ക് സാധ്യമാക്കി തന്നതെന്ന് വേണമെങ്കിൽ കരുതാം. വളരെ വിശദമായിട്ടൊരു 27 വയസ്സിൽ കൂട്ടായ്മയിൽ വന്നു, കല്യാണം കഴിക്കാതെ വന്നു. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താ പറയാ റോട്ടിൽ കിടക്കുകയോ പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയോ ലോക്കപ്പിൽ കിടക്കുകയോ ആശുപത്രിയിൽ കിടക്കുകയോ ഒന്നും ചെയ്യാത്ത ഈ കൂട്ടായ്മയിൽ വന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു 200 പേജ് വരെയുള്ള പുസ്തകം വാങ്ങിയിട്ട് എഴുതി തീർന്നപ്പം
യഥാർത്ഥത്തിൽ പിന്നെയും അവശേഷിക്കുന്ന ധാരാളം കാര്യങ്ങൾ ബാക്കിയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ ഓർമ്മ വെച്ച നാള് മുതൽ എന്നിലുണ്ടായ തകരാറുകൾ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ച് ഒരു 1.5 വയസ്സായപ്പോൾ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. അതിനുശേഷം ഉണ്ടായ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ഉണ്ടായ ഒരുപാട് വികലമാക്കപ്പെട്ട തെറ്റായ ചിന്തകളും അനാവശ്യമായ ആഗ്രഹങ്ങളൊക്കെ എന്നെ ഒരു വല്ലാത്ത ഭീകര ജീവിയാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പുസ്തകത്തിൽ വളരെ അച്ചിട്ട് എഴുതിയ മാതിരി ഇങ്ങനെ എഴുതി എഴുതി വന്നപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു പോയി, ഈശ്വര, ഇത്രയ്ക്ക് വൃത്തികെട്ടൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവനോടുകൂടി ഇരിക്കുന്നത് പോലും ഈ ഭൂമിക്ക് ഒരു അപമാനമാണ് എന്നുള്ള രീതിയിലേക്ക് അത് എന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ മാത്രമേ എനിക്കൊരു ശാന്തത കണ്ടെത്താൻ പറ്റിയിരുന്നുള്ളൂ. അതുവരെ മറ്റുള്ളവരോട് ചീറിപ്പാഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ എല്ലാവരോടും ആക്രോശിച്ചു കൊണ്ടിരുന്ന ഞാൻ അല്പം നേരത്തെ പറഞ്ഞ മാതിരി വിദ്വേഷമുള്ളവിടത്ത് ഞാൻ ക്ഷമയുടെ വാഹകനാവട്ടെ. ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ പറഞ്ഞ മാതിരി എങ്ങനെയാണ് ഞാൻ ക്ഷമിക്കുന്നത്? മാനസികമായിട്ട് വെറുതെ ഒരു സോറി പറയലാണോ, അതോ ഞാൻ ഹൃദയം കൊണ്ട് അയാളോട് ക്ഷമിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തകൾ തന്നെ എനിക്ക് വരാനിടയായത് അത്രമേൽ ഒരാൾ താഴേക്ക് പോയി എന്നുള്ളത് അയാൾക്ക് കണ്ടെത്താൻ പറ്റുമ്പോൾ മാത്രമേ അയാൾക്ക് എത്രമേൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അയാൾക്ക് നേടിയെടുക്കാനാകും എന്നുള്ള പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു ബോട്ടം റേസ് ചെയ്യാന്ന് പറയും. അതായത് ഒരുവൻ ആഴത്തിലേക്ക് ഒന്നൊന്നായി എണ്ണി എണ്ണി ആ തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എത്തിയിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമായിടേണമെന്ന. അതായത് ആഴത്തിൽ ആഴത്തിൽ അങ്ങ് ചെന്ന് 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 ഞാൻ ഈ കോഴിക്കോട് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇവിടെ ഒരു ബേപ്പൂർ എന്ന് പറഞ്ഞൊരു കടലുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തിന്റെ കൂടെ ഞങ്ങൾ ബോട്ടിൽ പോയി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയപരമായ ഒരു അന്വേഷണത്തിലൊക്കെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2-3 മാർഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് നല്ലതാണ്. ഒന്ന് വിമാനത്തിൽ യാത്ര ചെയ്യുക. ദൈവം സഹായിച്ചിട്ട് ഞാൻ അതിൽ 2-3 വട്ടമൊക്കെ പലവട്ടം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു കപ്പൽ യാത്ര അല്ലെങ്കിൽ ബോട്ടിൽ ഒരു കടലിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു കരയും കാണാതെ ഒരു നടുക്കടലിൽ പോയിട്ട് കുറച്ചു നേരം നിൽക്കുക, ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എന്നുള്ള. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുതരം അവസ്ഥകൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ പ്രശാന്തമായൊരവസ്ഥ എന്ന് പറയുന്നത്, സെറിനിറ്റി. ആ ഇൻസാനിറ്റിയിൽ നിന്ന് സാനിറ്റിയിലേക്ക് നമ്മളുടെ ഒരു യാത്ര, ആ എന്താ പറയാ, വൈനിൽ നിന്ന് ഡിവൈനിലേക്ക്, സ്പിരിറ്റ് ടു സ്പിരിച്വാലിറ്റി, അങ്ങനെ ഏത് പദപ്രയോഗങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും അതിന്റെ ആശയത്തിനാണ് പ്രാധാന്യം. ആൽക്കഹോളിക് അനോണിമസ് പറയുന്നത് ആ ഒരു വാഗ്ദാനങ്ങൾ, 12ഓളം വാഗ്ദാനങ്ങൾ നമ്മളുടെ 9th സ്റ്റെപ്പ് പ്രോമിസിന്റെ ഭാഗമായിട്ട് പറയുന്നു. കഴിഞ്ഞ ദിവസം ഏതൊരു മീറ്റിങ്ങിൽ വാഗ്ദാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തപ്പം 1ാമത്തെ പടി മുതൽ 12 പടികൾ വരെയുള്ള ഓരോ പടികളിലും അതാത് സ്റ്റെപ്പുകളുടെ പ്രോമിസുകൾ നമ്മുടെ ബിഗ് ബുക്കിൽ വളരെയധികം വളരെ സട്ടിലായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ 12 പ്രോമിസുകളെ പറ്റി പറയുന്നത് 9th സ്റ്റെപ്പ്, 9ാമത്തെ പടി കഴിഞ്ഞ് വരുന്ന 82ാമത്തെ പേജിൽ നമ്മൾ പറയുന്ന ഒരു വലിയൊരു പാരഗ്രാഫാണ് നമ്മൾ 12 വാഗ്ദാനങ്ങളായിട്ട് പറഞ്ഞത്. ആ 12 വാഗ്ദാനങ്ങൾ തന്നെ 9ാമത്തെ പടിക്ക് ശേഷം നമ്മളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ നമ്മൾ പറഞ്ഞ അനിയന്ത്രിതാവസ്ഥയിൽ നിന്ന് ഒരു പ്രശാന്തമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മളുടെ അത് കാണുന്നത്. അപ്പൊ എങ്ങനെയാണത് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ ആൽക്കഹോളിക് അനോണിമസിൽ എത്തിച്ചേർന്ന, അതിലൂടെ ആത്മാർത്ഥമായിട്ട് യാത്ര ചെയ്യുന്ന, അതിലൂടെ പുരോഗതിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, ധാരണയിലും ഫലപ്രാപ്തിയിലും വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും അല്പസ്വല്പമൊക്കെ ഇത്തരത്തിലുള്ള പ്രശാന്ത മനസ്ഥിതി അവിടെയും ഇവിടെയുമായിട്ട് അനുഭവിക്കാത്ത ഒരാളും തന്നെ നമ്മളുടെ കൂട്ടായ്മയിൽ ഉണ്ടാവില്ല. പക്ഷെ അതിനെ സസ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചു നേരം നമുക്ക് നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പരീക്ഷണ ഘട്ടം. അപ്പം അവിടെ ഒരു ഡെയിലി ക്ലീനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡെയിലി റിപ്രീവ് എന്നൊക്കെ നമ്മൾ പറയാം. അതായത് നിത്യമായിട്ട് ഞങ്ങൾക്ക് ആകെ കൂടി ഉള്ളത് ദൈനംദിന അടിസ്ഥാനത്തിലുള്ള ആത്മീയ പരിശീലനത്തിലൂടെ നിലനിർത്താൻ പറ്റുന്ന ഒരു ജീവിത രീതി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ആരും പുണ്യാളന്മാരൊന്നുമല്ല എന്ന് നമ്മളോട് ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ നമ്മളോട് പറയുന്നു. പക്ഷെ ഇത് എങ്ങനെ നടക്കുന്നു എന്നുള്ള, ഇവിടെയാണ് നമ്മളുടെ ഒരു പരീക്ഷണ ഘട്ടം, വലിയൊരു ചാലഞ്ച് ഇവിടെയാണ്.
ഇവിടെ ഈ ഒരു ലളിതമായ പരിപാടിയുമായി ഇഴുകിച്ചേരാൻ പറ്റില്ലെന്നുള്ളവരോ അതിന് കഴിയില്ലെന്നുള്ളവരായ ചിലരാണ് ഈ രോഗശമനത്തിൽ എത്താത്തതും. അതല്ലെങ്കിൽ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാടത്തിട്ട് എത്തിയിട്ടുമില്ല എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഘട്ടം. കുടിക്കുന്നില്ല, പക്ഷെ ജീവിതം ഇപ്പോഴും അനിയന്ത്രിതമായി തുടരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഒരു പ്രശാന്തമായ അവസ്ഥകൾ പലപ്പോഴും, ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എക്ക് പുറത്തുള്ള പല ആളുടെ ജീവിത കഥകൾ നമ്മൾ വായിക്കുക. അപ്പം മദർ തെരേസയുടെ പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വായിച്ചപ്പം അത് ആ മദർ തെരേസ മദർ എഴുതിയ മനോഹരമായ ഒരു പുസ്തകം തന്നെ ഉണ്ട്. അവരുടെ ഒരു ആത്മകഥ തന്നെ ഉണ്ട്. അതിന്റെ പേര് തന്നെ മനോഹരമാണ്. സംതിങ് എന്താ പറയാ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന്. അതാണ് അല്പം മനോഹരമായ ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ അവരെഴുതിയ ഒരു മനോഹരമായ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. അപ്പൊ അതുപോലെ സ്വാമി വിവേകാനന്ദന്റെ ചില കഥകൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒട്ടനവധി നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ചില ചരിത്രങ്ങൾ. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ ഭൂമിയിൽ ജീവിച്ചു എന്ന് നമ്മൾക്ക് 100% ബോധ്യപ്പെടുന്ന ചില ആളുകളുടെ ജീവിത ചരിത്രങ്ങൾ തന്നെ ഇത്തരത്തില് തുടർച്ചയായിട്ടുള്ള പ്രശാന്തമായ അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകളെ, ഇപ്പം സ്വാമി വിവേകാനന്ദന്റെ പ്രശാന്തതയൊക്കെ ചിക്കാഗോയിൽ പരീക്ഷിച്ച ചില സായിപ്പന്മാരുടെ കഥകളൊക്കെ ഉണ്ട്. അദ്ദേഹം തെരുവുകളിൽ നിന്ന് വലിയ നീണ്ട പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പം അദ്ദേഹം ഈ പ്രശാന്തതയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചൊക്കെ വല്ലാതെ ആഴത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ തന്നെ പാശ്ചാത്യർ ചെയ്ത പരീക്ഷണങ്ങളായിരുന്നു. അയാൾ നിൽക്കുന്ന വേദിയുടെ തൊട്ടടുത്ത് വലിയ തോക്കുമായിട്ട് വെടിവെച്ചെന്നുള്ളതാണ്. ആ വെടിയൊച്ച കേട്ടിട്ട് പോലും ആ സംസാരിക്കുന്ന സ്വാമി വിവേകാനന്ദന് ഒരു ചെറിയൊരു ലാഞ്ചന പോലും ഇല്ലാതെ അദ്ദേഹത്തിന്റെ ആ സംസാരം ഭാഗവതം തുറന്നുകൊണ്ടിരുന്നപ്പം വെടിവെച്ചവർ പോലും അമ്പരന്ന് പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിലുണ്ടായ അനുഭവം എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് അത്തരം അവസ്ഥകളൊന്നും ഇല്ലെങ്കിൽ പോലും മനസമാധാനമായിട്ടൊന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാനെങ്കിലും നമുക്ക് മിനിമം കഴിയണ്ടേ. അപ്പം അതിനു വേണ്ടി നമുക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ആക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ഈ ലോകത്ത് പല കാരണങ്ങൾ കൊണ്ട് തന്നെ സംഘർഷങ്ങളുണ്ട്. മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ പ്രശാന്തത കൈവരിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ, ലോകത്ത് തന്നെ നമ്മൾ പത്രം എടുത്ത് വായിച്ചാൽ തന്നെ കൊറോണ ഒരു ഭാഗത്ത്, അതല്ലെങ്കിൽ ഉക്രൈനിലും റഷ്യയും തമ്മിലുള്ള യുദ്ധങ്ങൾ വേറൊരു ഭാഗത്ത്, നാട്ടിലാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് എല്ലാ മേഖലകളിലും സംഘർഷങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഈ പ്രശാന്തതയെ തേടി നടക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാവരും തന്നെ ചുറ്റുപാടുകളുള്ളവരൊക്കെ തന്നെ പ്രശാന്തത അവസ്ഥയിൽ ഇല്ലാതെ ഇത്തരം സംഘർഷ അവസ്ഥയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ഒരു ആത്മീയ പ്രക്രിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അവിടെയാണ് ഇതൊരു സെൽഫിഷ് പ്രോഗ്രാം ആയിട്ട് മാറുന്നത്. നാട്ടിലുള്ള ലോകത്തുള്ള മൊത്തം പരവതാനി വിരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. നമുക്ക് 2 നല്ല ചെരുപ്പ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഈ കല്ലും മുള്ളൊക്കെ ഉണ്ടെങ്കിലും സുരക്ഷിതമായിട്ട് നമുക്ക് കേടുപറ്റാതെ നടന്നു പോകാൻ കഴിയും എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് ഈ ലോകം മുഴുവൻ നന്നാക്കാനൊന്നും നമുക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു ആത്മീയ പ്രക്രിയയിലൂടെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശാന്തമായ അവസ്ഥ നമുക്ക് കൈവരിക്കാൻ കഴിയും. കാര്യം യാതൊരു സംശയമൊന്നുമില്ല. അപ്പൊ അതിന് ആകെ വേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മള് ആരും എന്താ പറയാ ഈ പറഞ്ഞ മാതിരി മറ്റുള്ള ചുറ്റുമുള്ളവരൊക്കെ നമ്മള് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഒരാൾക്ക് നമ്മള് ഇപ്പം സാധാരണഗതിയിൽ പറയാറുണ്ട്, മറ്റൊരാളെ കൊണ്ട് നമ്മളൊരാളും മദ്യാസക്തരായി മാറുന്നില്ല, അല്ലെങ്കിൽ വേറൊരാള് എന്റെ കാരണമല്ല ഞാൻ മദ്യാസക്തനായത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ആത്മീയ സുസ്ഥിതി, ഈ പ്രശാന്ത മനസ്ഥിതി നമുക്ക് പരിപാലിച്ച് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ചുറ്റുപാടുകളെ മാറ്റിമറിക്കാൻ കഴിയും. നമ്മളെ പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാറ്റുവാൻ പറ്റാത്തവയെ നമ്മൾ സ്വീകരിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. ആ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നു മാറ്റാൻ പറ്റുന്നവയെ മാറ്റാനുള്ള ധൈര്യവും. കാരണം മാറ്റാൻ പറ്റുന്നവയെ മാറ്റാനുള്ള ധൈര്യം എന്താ? എനിക്ക് ചുറ്റുപാടുകളെ മാറ്റാൻ പറ്റില്ല. ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ചുറ്റുപാടുകളെ ആശ്രയിച്ചിട്ട് തന്നെ എനിക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ എല്ലാവരെയും, ഈ ചുറ്റുമുള്ള എല്ലാവരെയും നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത് നമ്മളിൽ എന്താ പറയാ സംഭവിക്കണം, ഈ പ്രശാന്തത. അതല്ലാതെ അത് ഏതോ ഒരു ഉട്ടോപ്യ ലോകത്ത് ആകാശത്ത് ഇരുന്നുകൊണ്ട് ഏതോ മഹർഷിമാർക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടല്ല ആൽക്കഹോളിക് അനോണിമസ് മദ്യാസക്തരുടെ മുമ്പിലേക്ക് ഈ പ്രശാന്തതയെ കൊണ്ടുവരുന്നത്.
അവിടെ നമ്മൾ ഇത് സംഭവിക്കും. നമ്മളുടെ ജീവിതത്തിൽ അതേമാതിരി നമ്മളുടെ നിത്യജീവിതത്തിൽ ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അപ്പൊ അതിന് നമ്മളുടെ ചിന്തകളെ തന്നെ, നമ്മുടെ ഡ്രിങ്കിങ് ഈസ് നോട്ട് യുവർ പ്രോബ്ലം ഈസ് തിങ്കിങ് എന്ന് പറയും. നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പടികളിലൂടെ കടന്നു പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം ദൈവത്തെക്കുറിച്ച് വലിയൊരു ഡിബേറ്റ് തന്നെ 2-3 നാളായിട്ട് ചെയ്യാൻ ഇടയായി. അത് എനിക്ക് ആവശ്യവുമായിരുന്നു ആ സമയത്ത്. അപ്പൊ അതിലൊക്കെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യം, നിങ്ങൾ ആകാശത്ത് എവിടെയോ ഒരു ദൈവമുണ്ട്, നിങ്ങൾ അമ്പലങ്ങളിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു, നിങ്ങൾ ശബരിമലയ്ക്കൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടായിരുന്നു, ഇതൊക്കെ രതീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആചാരങ്ങളൊക്കെ നിങ്ങൾ വളരെ വെൽ ഡൺ ആയിട്ട് നിങ്ങൾ ചെയ്തു. പക്ഷേ നിങ്ങളുടെ മനോഭാവങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയില്ല. അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ശക്തിയെ തേടി നിങ്ങളിങ്ങനെ ഇരുട്ടത്ത് കറുത്ത പൂച്ചയെ തപ്പി നടക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നിങ്ങളുടെ ഇടയിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എന്ത് ചെയ്യും? ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ആദ്യം ചെയ്ത പണി അതേമാതിരി തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നിങ്ങളിപ്പം 10, 19, 18, 20 വർഷത്തിലേക്ക് അടുക്കാൻ പോകുന്നു. നിങ്ങൾ പറയുന്നു നിങ്ങൾ വന്ന കാലത്ത് ഒരു കൊല്ലം, ആദ്യത്തെ കൊല്ലം തന്നെ നിങ്ങളുടെ സ്പോൺസറുമായിട്ട് നിങ്ങൾ പടികൾ പരിശീലിച്ചപ്പം നിങ്ങൾക്ക് എന്തെന്നില്ലാതെ നിലത്തു നിന്ന് കാലുകൾ ഉയരുന്നത് പോലെ തോന്നുന്നു, നിങ്ങൾ ആകാശത്തൊരു പറവകളെ പോലെ പറക്കുന്നത് പോലെ അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പൊ അതില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എവിടെയോ നിങ്ങളിൽ നിന്ന് അതൊക്കെ ശോഷണം അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വീണ്ടും നിങ്ങൾ അത് ജനറേറ്റ് ചെയ്യുക. നിങ്ങളെ ചിന്തകൾ നിങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചിന്തകളെ ഇല്ലാതിരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഒരു ആത്മീയ പ്രക്രിയ നിലനിർത്താൻ വേണ്ട ആ ഒരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ ഇഴകിച്ചേരുക എന്നുള്ളത് മാത്രമേ അതിനൊരു പോംവഴിയായിട്ടുള്ളൂ. അല്ലാതെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല, എളുപ്പവഴികളൊന്നുമില്ല. അപ്പൊ എന്ത് വേണം? വീണ്ടും നിങ്ങൾ പരിഹാര പ്രക്രിയകൾ, മറ്റൊരു വ്യക്തിയോട് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുന്ന, ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്ന മനോഹരമായൊരു പ്രക്രിയയാണ് 5ാമത്തെ പടി. ഞാൻ പടികളെ കുറിച്ച് വിശദീകരിക്കുകയല്ല. 6ഉം 7ഉം ഞങ്ങൾ പൂർണ്ണമായിട്ട് തയ്യാറാവുക. പ്രാർത്ഥന വീണ്ടും കടന്നു വരുന്നു. പോരാ, 8ഉം 9ഉം നിങ്ങൾ തെറ്റ് ചെയ്ത ആളുകളുടെയൊക്കെ മുമ്പിൽ പോയിട്ട് വിനീതമായി വിനയത്തോടു കൂടി നിങ്ങൾ ചെയ്ത തെറ്റുകളെ ക്ഷമിക്കുകയാണ്. ഇന്നത്തെ ഡെയിലി പ്രശ്നം പറഞ്ഞ മാതിരി ഹൃദയം കൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അവരും നിങ്ങളോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പ്രക്രിയ നമ്മൾ അനുഭവിക്കുമ്പം ചിന്തകളില്ലാതാവും. മറ്റ് ഏതോ ഒരു ഉട്ടോപ്യ ലോകത്തിരുന്ന് വീണ്ടും സ്വപ്നം കണ്ടുകൊണ്ട് എനിക്കിപ്പോൾ ഒരു കാറ് വേണം, എൻ്റെ ബിസിനസ് ഇതുപോരാ, അടുത്തുള്ള വീട്ടുകാരനെ പോലെ വീട് എനിക്ക് വേണം, അല്ലെങ്കിൽ സുന്ദരിയായ ഒരു ഭാര്യ ഇത് പോരാ, എൻ്റെ ഭാര്യയ്ക്ക് ഭംഗിയില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് ചെറുതും വലുതുമായ അനാവശ്യവും ആവശ്യവുമായ അനവധി ചിന്തകൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ റിമോട്ട് വേറൊരാളുടെ കൈ കൊടുത്തിട്ട് നമ്മൾ ടിവിയുടെ മോണിറ്ററെ പോലെ നമ്മൾ മാറുന്നൊരവസ്ഥ മാറണം. അപ്പൊ അവിടെ നമ്മളെ ചിന്തകൾ ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യും? ആ ഭ്രമം നമുക്ക് ഉപേക്ഷിക്കണം. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ആനന്ദവും സന്തോഷവും തമ്മിൽ, ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പറയും മനുഷ്യന് 4 അവസ്ഥകളാണ്. നമ്മൾ സമയം ഏതാണ്ടായും തോന്നുന്നു. 4 അവസ്ഥകളെ കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. 4 അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, 1 നമുക്ക് സുഖം, 2 സന്തോഷം, 3 ആഹ്ലാദം, 4 ആനന്ദം. സ്റ്റേയിങ് സോബറാണ്, ലിവിങ് സോബറാണ്, എൻജോയ് സോബ്രേറ്റി ആണ്. അതുകൂടാതെ സോബ്രേറ്റി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യലാണ്. ഇത് ഈ 4 അവസ്ഥകളെ ഏത് ഘട്ടത്തിലുള്ളൂ. ഇപ്പൊ നമ്മൾ ഉപനിഷത്തുകൾ എടുത്താലും ആത്മീയപരമായ കാര്യങ്ങൾ എടുത്താലും വേദങ്ങൾ എടുത്താലും എല്ലാം ഈ 4 വേദങ്ങളും 4 അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ സുബോധാവസ്ഥയ്ക്കും ഇത്തരത്തിലുള്ള 4 അവസ്ഥകൾ പറയാറുണ്ട്, പൊതുവിലായിട്ട് പറയാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം, ഈ സന്തോഷവും ആനന്ദവും നമുക്കിത് എങ്ങനെയാണ് അനുഭവിക്കാൻ പറ്റുക? ഇപ്പൊ സന്തോഷം, സുഖം എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഇപ്പൊ ഭയങ്കര ചൂടുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഈ ഭയങ്കര ചൂടോടുകൂടി നമ്മൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു എ സിയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മളൊന്ന് ഒരു ശാന്തരാവുന്നത്, ഒരു സുഖം അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടോ? എന്തൊരു സുഖം ഈശ്വര എന്ന് നമ്മൾ പറയുമ്പം അത് യഥാർത്ഥത്തിലുള്ളൊരു സുഖമാണോ എന്ന് വെച്ചാൽ ഒന്നുമല്ല. അത് താൽക്കാലികമായിട്ടൊരു മായാ ലോകത്ത് നമ്മളെ അങ്ങോട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് തോന്നുകയാണ് ഒരു സുഖം. എന്നാൽ അത് വാതില്, ആ ഗ്ലാസ് ഡോർ തുറന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കൂ, വീണ്ടും ചൂട് തന്നെ. അപ്പൊ എവിടെ പോയോ? നരകം. വീണ്ടും ആ അവസ്ഥ തന്നെ വന്നു. നമ്മൾ ആ സുഖം എന്ന് പറഞ്ഞ ആള് വീണ്ടും അസുഖകരമായ അവസ്ഥയിലേക്ക് മാറി. അപ്പൊ യഥാർത്ഥത്തിലുള്ള സുഖമാണെന്ന് വെച്ചാൽ ഒട്ടുമല്ല. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖം വളരെ നൈമിഷികമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് പോരാ. അപ്പോഴാണ് നമ്മൾ സന്തോഷം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്.
അപ്പൊ സന്തോഷം എന്ന് പറയുമ്പം യഥാർത്ഥത്തില് നമുക്ക് എന്താ അറിയാ, ഇപ്പം ലോട്ടറി എടുക്കുന്ന ഒരു ശീലമുള്ള ഒരാള്, ഇപ്പം പലപ്പോഴായിട്ട് എടുക്കുന്ന ഒരാള് യാദൃശ്ചികമായിട്ട് ലോട്ടറി എടുത്തു. അദ്ദേഹത്തിന് വൈകുന്നേരം റിസൾട്ട് നോക്കാനുള്ള ആകാംക്ഷ വന്നു. നോക്കിയ സമയത്ത് ഒരു 4 നമ്പറിന് ഒരു 5000 രൂപ അദ്ദേഹത്തിന് കിട്ടി. അയാൾക്ക് സന്തോഷായി. അയാൾ ചിലപ്പോൾ കുറേ ലോട്ടറി എടുക്കുന്ന ഒരാളായിരിക്കും, പക്ഷെ എന്നാലും അയാൾക്കൊരു പെട്ടെന്നൊരു സന്തോഷം വന്നു. ആ സന്തോഷം അയാൾക്ക് കുറെ നേരത്തേക്ക് ഉണ്ടാവും. ചിലപ്പോൾ 4 ആളോട് പറയും, വൈകുന്നേരം അത് ലോട്ടറി മാറുന്ന വരെ അയാൾക്ക് സന്തോഷം ഉണ്ടാവും. 5000 അയാളെ കയ്യിൽ കിട്ടിയ ഒരു മണിക്കൂർ ചിലപ്പോഴൊക്കെ കഴിയുമ്പോഴേക്കും അയാൾ അസ്വസ്ഥനായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അയാൾക്ക് ഈ 5000 തികയാതെ അയാൾ മറ്റൊരു 5000-ത്തിന് വേണ്ടി വീണ്ടും ആവേശത്തോടു കൂടി ലോട്ടറി എടുക്കുന്ന അവസ്ഥയിലേക്ക് അയാൾ മാറിയിട്ടുണ്ടാവും. അല്ല, 5000-ത്തിന് തന്നെ ചിലപ്പോൾ 2000 ലോട്ടറി എടുത്തിട്ടായിരിക്കും ബാക്കി 3000 വാങ്ങിയിട്ടുണ്ടാവുക. അപ്പം യഥാർത്ഥത്തിൽ ആ സന്തോഷമാണോന്ന് വെച്ചാൽ അത് അല്പം സുഖത്തേക്കാൾ കൂടുതൽ അതൊരു മാനസിക തലത്തിൽ, മറ്റേതൊരു ശാരീരിക തലത്തിലാണെങ്കിൽ ഇതൊരു അല്പം മാനസികമായ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അതും വലിയൊരു സമയമൊന്നും അത് നീണ്ടു നിൽക്കുന്ന ഇല്ല എന്നുള്ളത് നമ്മളുടെ എത്രയോ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാവും. ഇപ്പൊ ലോട്ടറിയുടെ തന്നെ എടുക്കണം എന്നില്ല, വേറെ അനുഭവങ്ങൾ അവരവരുടെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ മൂന്നാമത്തെ ഒരു സുഖം, അതാണ് ആഹ്ലാദം. ആ അത് കുറെ കൂടി സസ്റ്റൈനബിൾ ആണ്, അതായത് കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്നതായിരുന്നു. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ പോലുള്ള ആളുകൾക്ക്, ഇപ്പൊ ഒരു കുട്ടികളൊക്കെ ഇല്ലാത്ത ഒരാള് ജീവിക്കുന്ന ഒരാൾക്ക് അവര് മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ വർഷങ്ങൾക്ക് 10-15 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം, അത് ഒരു ആൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചു അവരുടെ കുടുംബത്തിൽ ഒരു ആൺകുട്ടി തന്നെ സുഖപ്രസവത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുണ്ടാവുന്നത് ഒരു ആഹ്ലാദമാണ്. അത് ആ 2 വ്യക്തികൾ മാത്രമല്ല, ആ കുടുംബം ഒത്തൊരുമിച്ച് ചിലപ്പോൾ അവരുടെ ചുറ്റുപാടുള്ള എല്ലാവരും തന്നെ അതൊരു ആഘോഷമായിട്ട് ആഹ്ലാദത്തോടു കൂടി അത് ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കുട്ടിയുടെ 28-ഉം 56-ഉം 90-ഉം അതിന്റെ പാലുകുടിയും അതിന്റെ ചടങ്ങും ഒക്കെ ആയിട്ട് അത് ഒരുപാട് ദിവസങ്ങളോളം അത് ആഹ്ലാദം നമ്മളുടെ ഇടയിൽ അലതല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് കുറച്ചും കൂടി സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് നമ്മളിൽ നിലനിൽക്കും. പക്ഷേ ഇത് മൂന്നും താൽക്കാലികമായിട്ട് നഷ്ടപ്പെടും. അതൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പം ആ കുട്ടി വലുതായി, ചിലപ്പം ഇപ്പോഴും എത്രയോ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ കുട്ടി ഉണ്ടാവേണ്ട തന്നെ ഇല്ലായിരുന്നു എന്നുള്ളത്. ഇപ്പൊ എന്റെ സിസ്റ്റർക്ക് 15 വർഷത്തിന് ശേഷമാണ് കുട്ടി ഉണ്ടായത്. ഇപ്പൊ ആ കുട്ടി ഡോക്ടറാണ്, MD ആണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവര് രണ്ടുപേരും ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് വളരെ നല്ല ഓഫീസർമാരായിട്ട് റിട്ടയർ ചെയ്ത ആളുകൾ, എന്റെ പെങ്ങളും അളിയനും. പക്ഷെ ഇന്നിപ്പോ അവർക്ക് പല സ്ഥലങ്ങളിലും ഒരുപാട് സമ്പത്തുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല. കുട്ടീനെ എടുത്തു പൊന്തിക്കണേ 2 ആള് വേണം. കുട്ടിയൊന്നും അല്ല, അപ്പൊ ഒരു ഡോക്ടറായി എന്ന് പറഞ്ഞാൽ അവൻ എത്ര പ്രായമായി, ആ വീട് നിറച്ച് അവന്റെ വണ്ടികളാണ്, മോട്ടോർ കാറുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും ഇരിക്കാനുള്ള ലക്ഷങ്ങൾ വിലയുള്ള കാറുകൾ, ചെയറുകളൊക്കെയാണ്. ഇപ്പം നിവൃത്തിയില്ല. അവര് ഇനിയിപ്പോ എന്താ അവര് പറയുന്നത് വെച്ചാല്, ശിഷ്ടകാലം ഈ സ്വത്തുകളൊക്കെ ഏതെങ്കിലും ട്രസ്റ്റിനൊക്കെ എഴുതി കൊടുക്കുക എന്നുള്ളത് ഇനി അവരുടെ മുമ്പിലുള്ള മാർഗങ്ങളുള്ളൂ. അപ്പം ഇന്ന് ഇപ്പൊ അവരാലോചിക്കുന്നത്, ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നുള്ള ചിന്തകൾ പലപ്പോഴും പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെയൊക്കെ തട്ടിക്കളിക്കുന്നുണ്ടാകാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ആഹ്ലാദവും നമുക്ക് താൽക്കാലികമാണ്. പക്ഷേ 4ാമത്തെ ഒരു 4th ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ബിഗ് ബുക്കിൽ ഒരു 4ാം മാനത്തെക്കുറിച്ച്, 6ാം ഇന്ദ്രിയത്തെക്കുറിച്ച്, 6th സെൻസിനെ കുറിച്ചൊക്കെ മനോഹരമായിട്ട് പറയുന്നത് വെറുതെ പറയുന്നല്ല. ഞങ്ങൾക്ക് അസാധ്യമാണെന്ന് തോന്നിയ പല കാര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് വേണ്ടി നടത്തി തരുന്നത് ഒരു ഉൾവിളി എന്ന പോലെ ഞങ്ങൾക്ക് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. എയുടെ വാഗ്ദാനങ്ങൾ അവസാനത്തെ വാഗ്ദാനമാണത്. ഇത് 100%. അപ്പം ആ ഒരു അവസ്ഥ നമുക്ക് കൈവരിക്കാൻ കഴിയുമോ? സംശയിക്കുകയേ വേണ്ട. ഇതൊരു അതിര് കടന്ന വാഗ്ദാനമാണെന്നാണോ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇത് 100% പ്രാവർത്തികമാകും. എപ്പോഴാണ്? നാം അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം. കീപ് കമ്മിങ് ബാക്ക്, ഇറ്റ് വർക്ക്സ്, ബട്ട് ഇഫ് യു വർക്ക് ഇറ്റ് എന്ന് നമ്മളോട് പറയും. നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ചിന്തകളെ നമുക്കില്ലാതിരിക്കാൻ, ഏത് സ്ഥലത്തും, ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അവിടെയാണ് 11ാമത്തെ പടിയെക്കുറിച്ച്, പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്ന ദൈവവുമായിട്ടുള്ള സമ്പർക്കം ദൃഢമാക്കുക. കോഴിയാണോ കോഴിമുട്ടയാണോ, ആനയാണോ ആനമുട്ടയാണോ, ആദമാണോ ഔവയാണോ, ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ആകെ കുറഞ്ഞ കാലം ഈ ഭൂമിയിലുള്ളൂന്നേ. നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. നമുക്ക് ഏതാണ്ട് പകുതി മുക്കാലും നമ്മൾ കഴിഞ്ഞു. ഇനി കുറച്ച് സമയത്തിന്റെ ഇടയിൽ നമ്മൾ ഈ 2 കാലിന് മുകളിൽ സർക്കസ് കളിച്ചിട്ട് ആനയും കോഴിമുട്ടേന്റെ വൈത്താലൊക്കെ പോയി കഴിഞ്ഞാൽ പരിപാടി വീണ്ടും അവസാനിച്ചു പോകും. പിന്നെ സിനിമ കണ്ടിട്ട് അവസാനം ദി എൻഡ് എന്ന് പറഞ്ഞ റീല് വരുന്നത് വരെ നമ്മളിങ്ങനെ കാത്തിരിക്കും.
അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്, ഈശ്വര, ആ പടികൾ 11-ാം പടിയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ. സമയം 68 ഏതാണ്ട് മറ്റേ ജയേട്ടന്റെ കച്ചൻ പറഞ്ഞ സംഗതി വൈകുന്നേരം ഇരുടായി പോയിരിക്കണം. ഇപ്പോഴാണ് അതിന്റെയൊക്കെ തോന്നിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് നമ്മളോട് പറയാറുണ്ട്. ബിഗ് ബുക്കിലാണെങ്കിൽ മനോഹരമായിട്ടാണ് പറയുന്നത്, തുടക്കം മുതൽ തന്നെ നിങ്ങൾ ദൃഢമനസ്കരായിരിക്കണം എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളെ ഒക്കെ ബന്ധപ്പെട്ടിട്ട്, നമ്മൾ പറയില്ലേ, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സൗരജീവിയാണെന്ന് പറയും. സൗരോർജം, നമ്മൾ ശരിക്കും പറഞ്ഞാല് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേൽക്കുക, അസ്തമിക്കുന്ന സമയത്ത് നമ്മൾ കിടന്നുറങ്ങുക. അതുകൊണ്ടാണ് ഈ നമ്മൾ സൗരജീവിയാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളിന്നിപ്പോ രാത്രി 12 മണി 1 മണിക്ക് സൂര്യ ഉദിക്കുമ്പോഴാണ് നമ്മൾ കിടന്നുറങ്ങാൻ നമ്മൾ പോവുക, അസ്തമിക്കുമ്പോഴായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില വിപരീതമായ രീതിയിലൊക്കെ നമ്മൾ ജീവിക്കുന്ന ചരിത്രവും നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രാർത്ഥന, ധ്യാനം എന്നിവയൊക്കെ ഒരു കോമാളിത്തരമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതങ്ങനെയല്ല. മനസ്സിനെ ശാന്തതപ്പെടുത്താൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സയൻസ് ഒരുപാട് പരാജയപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ. ഇന്ന് ലോകം മുഴുവനും പലതരത്തിലുള്ള ഈ ആത്മീയ പരിപാടിയുടെ ഭാഗമായിട്ട് യോഗ, ധ്യാനം, മെഡിറ്റേഷനൊക്കെ വളരെയധികം പ്രബലമായി ഇന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് ആൽക്കോളിക് അനോണിമസിന് ഒരിക്കലും അത് അന്യമല്ല. നമ്മുടെ ജീവിതത്തിലും ഈ ആത്മീയതയുടെ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളുടെ മതപരമായ കാര്യങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ലളിതമായിട്ട് തന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ തീർച്ചപ്പെടുത്തണം, എല്ലാത്തിനോടുമുള്ള ഏറ്റുമുട്ടലുകൾ ഞങ്ങൾ അവസാനിപ്പിച്ചു. ഈവൻ മദ്യത്തിനോട് പോലുമുള്ള ഏറ്റുമുട്ടലുകൾ ഞങ്ങൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ എല്ലാം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആരംഭത്തിന്റെ തുടക്കം. ഒരുവൻ മരണത്തിലൂടെ നിത്യജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് നമ്മുടെ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരും തന്നെ ഈ പറഞ്ഞ ആൽക്കഹോളിക് അനോണിമസിൽ നമുക്ക് ലളിതമായ ചില ഉദാഹരണങ്ങൾ. നമ്മൾ ഈ പാരമ്പര്യങ്ങൾ കൊണ്ടാണല്ലോ നമ്മളൊരു നവാഗതനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിച്ചേൽപ്പിക്കല് നമ്മളെ ലോകത്ത് നമ്മൾ ആരുടെയെങ്കിലും എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് എയിൽ വന്നിട്ട് നമ്മളൊരു നവാഗതനോട് പറയാം, നിങ്ങൾ നാളെ കൃത്യം 6 മണിക്ക് തന്നെ ഇവിടെ വരണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, മുട്ടുകേല നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത് വായിച്ച് ഇമ്പോസിഷൻ എഴുതി വരണം. ഒന്നും നടക്കുകയല്ല. ഇത് അവിടെയല്ല. ഇതിന്റെ ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമ്പം അത് യഥാർത്ഥ പ്രശാന്തതയിൽ നിന്നാണ് ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത്, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമല്ല. ആൽക്കോളിക് അനോണിമസിന്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിവരിക്കുമ്പം പുതിയൊരു സന്തോഷവും സ്വാതന്ത്ര്യവും നാം അനുഭവിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശാന്ത 9-ാമത്തെ പടി കഴിഞ്ഞിട്ടാണ് ഈ വാഗ്ദാനങ്ങൾ പറയുന്നതും കൂടി നമ്മൾ ആലോചിക്കണം. എല്ലാത്തിനെയും അങ്ങനെ വേണം കാണാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാരമ്പര്യങ്ങൾ നമുക്ക് നൽകുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഇവിടെ സ്വന്തം കാലിൽ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പം യഥാർത്ഥത്തിൽ ആരും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇത് തന്നെയാണ് ആത്മീയപരമായ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം ഈ ലോകത്തുള്ള ഒരാളും തന്നെ നിങ്ങൾ പാൻറ് ഷർട്ട് ഇട്ടിട്ട് തന്നെ വരണം, നിങ്ങൾ മുണ്ടുടുക്കരുത് എന്നൊക്കെ നമ്മളോട് ഓരോരുത്തർ പറയുമ്പോഴും നമ്മളെ ചിന്തകൾ അസ്വസ്ഥതയിലേക്ക് പോകുന്നു. അത്തരം അസ്വസ്ഥമായ ചിന്തകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു പ്രശാന്തത നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലെല്ലാം തന്നെ എന്താ പറയുക, അറ്റാച്ച്മെന്റ് ത്രൂ ഡിറ്റാച്ച്മെന്റ് എന്ന് നമ്മുടെ ഇംഗ്ലീഷിൽ പറയും. അതായത് എല്ലാത്തിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് എന്നാൽ ഞാൻ എല്ലാത്തിനെയും ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. അതൊരു വല്ലാത്ത ഒരു എന്താ പറയാ, ഒരു അസാധാരണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവിടെയാണ് ആൽക്കോളിക് അനോണിമസ് പറയുന്നത് ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറിയാണെന്ന്. അപ്പൊ ഏതായാലും പ്രശാന്തത എന്ന് പറയുന്ന അവസ്ഥ ഒരുപാട് നേരം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ വളർത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ആൽക്കോളിക് അനോണിമസിനെ മാക്സിമം ഡോണ്ട് അനലൈസ് ചെയ്യേ, പ്ലീസ് യൂട്ടിലൈസ് ചെയ്യേ എന്ന് പറയും. നിങ്ങൾ ഒരിക്കലും ആൽക്കോളിക് അനോണിമസിനെ വിശകലനം ചെയ്ത് നടന്നിട്ട് കാര്യം. നിങ്ങൾ മാക്സിമം അതിനെ അബ്സോർബ് ചെയ്ത് അതിനെ നമ്മൾ എന്താ പറയുക പിഴിഞ്ഞെടുത്ത് അതിന്റെ ചാറ് കുടിച്ച് നമ്മുടെ ജീവിതം, കാരണം ഇനി ഇല്ല, സമയമില്ല, കുറഞ്ഞ സമയത്തല്ലേ നമ്മൾ ഇനി ബാക്കിയുള്ളൂ. അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്തു പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എന്തായാലും ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഇതിന്റെയൊക്കെ കാരണം റോഷന് നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം ഞാനിപ്പോ ഇന്ന് കുറച്ച് ദിവസമായിട്ട് കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ കൂടി ആയിട്ടാണ് ഇന്ന് വെള്ളിയാഴ്ച കയറിയത്.
എന്തായാലും ഇതുകൊണ്ടുണ്ടായ ഗുണം എന്താന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചു, അതൊക്കെ പങ്കുവെക്കാൻ പറ്റി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറച്ചൊരു പ്രശാന്തത ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങൾ എനിക്ക് ജീവിതത്തിലുണ്ട്. പ്രധാനമായിട്ടും ഇപ്പൊ ബിസിനസ് പരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇപ്പൊ വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് കുട്ടികളാവാത്തതിന്റെ ഒരു ദുഃഖങ്ങള്, അമ്മയുടെ ഒരു മരണം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകമായൊരു അവസ്ഥകള്, ഇങ്ങനെ എല്ലാ പല രീതിയിലുള്ള അനുകൂല പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ അല്പം അനുഭവിക്കുന്ന പ്രശാന്തതയാണ്. കാരണം എനിക്ക് എന്നെ ഈ ഒന്നിനെയും എന്താ പറയാ തകർത്ത് കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും വേദങ്ങളിലൊക്കെ പറയും തീ കൊണ്ട് അതിനെ കത്തിച്ച് കളയാൻ പറ്റില്ല, വെള്ളം കൊണ്ട് അതിനെ എന്താ പറയാ നനച്ച് കളയാൻ പറ്റില്ല, കാറ്റിനെ കൊണ്ട് അതിനെ പറത്തി കളയാൻ പറ്റില്ല. അങ്ങനെ എല്ലാത്തിനെയും എന്താ പറയാ പറ്റാത്ത ഒരു നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിട്ടുള്ള ഒരു ആത്മാവ്, ആ ഒരു ചൈതന്യം നമ്മളിൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ്, അത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു സമാധാനം എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് കുറെ നേരത്തേക്ക് അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും സുബോധത്തിന്റെ നല്ലൊരു നാളുകൾ നേർന്നുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു റോഷൻ. ഓക്കെ.